തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് എലിപ്സോയിഡ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. എന്താണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എലിപ്സോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞുള്ളത്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വോളിയം ഈസ് ഈക്വൽ ടു എന്താണ് വോളിയം ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നാണ് അല്ലേ. ഇനി ഞാൻ ഡ്രൈക്ലിറ്റ്സ് തിയറം വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് എന്ന് കൊടുത്തു. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും എ റൂട്ട് ഓഫ് എസ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും എ ബൈ 2 റൂട്ട് ഓഫ് എസ് ഡി എസ് എന്ന് കിട്ടും. കാരണം റൂട്ട് ഓഫ് എസിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ആയി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഓഫ് എസ് എന്നാണ് കിട്ടുക. അതേപോലെ തന്നെ വൈ സ്ക്വയർ ബൈ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. ദെൻ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് ബി ഇൻറ്റു റൂട്ട് ഓഫ് ടി ഇംപ്ലൈസ് ഡി വൈ ഈസ് ഈക്വൽ ടു ബി ബൈ 2 റൂട്ട് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. അതേപോലെ തന്നെ സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എന്ന് കൊടുത്തു ഞാൻ. ദെൻ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും സെഡ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് യു വിച്ച് ഇംപ്ലൈസ് ഡി സെഡ് ഈസ് ഈക്വൽ ടു സി ബൈ 2 റൂട്ട് ഓഫ് വിത്ത് റെസ്പെക്ട് യു അല്ലേ, ദെൻ 2 റൂട്ട് ഓഫ് യു ഡി യു എന്ന് കിട്ടും. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡി എക്സ് ഡി വൈ ഡി സെഡിൻ്റെ വാല്യൂസ് ഈ ഇക്വേഷനിൽ വോളിയം ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് മുതൽ എന്ത് കിട്ടും എ ബൈ 2 റൂട്ട് ഓഫ് എസ് ഡി എസ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുക ബി ബൈ 2 റൂട്ട് ഓഫ് ടി ഡി ടി ഇൻറ്റു സി ബൈ 2 റൂട്ട് ഓഫ് യു ഡി യു എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബി സി കോൺസ്റ്റൻ്റ് ആണ്, 1/2 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ദെൻ 8 ഇൻറ്റു എ ബി സി ഡിവൈഡഡ് ബൈ 1/2 ക്യൂബ് എന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/8 എന്ന് കിട്ടും അല്ലേ. ദെൻ എ ബി സി ബൈ 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് 1/റൂട്ട് ഓഫ് എസിന് എന്ത് ചെയ്യാൻ പറ്റും എസ് റൈസ്ഡ് ടു എന്ത് കൊടുക്കാൻ പറ്റും എനിക്ക് -1/2 എന്ന് കൊടുക്കാൻ പറ്റും. എസ് റൈസ്ഡ് ടു -1/2 ഇൻറ്റു ടി റൈസ്ഡ് ടു -1/2 ഇൻറ്റു യു റൈസ്ഡ് ടു -1/2 ഇൻറ്റു ഡി എസ് ഡി ടി ഡി യു എന്ന് എഴുതാൻ പറ്റും എനിക്കതിനെ ഇല്ലേ. കാരണം 1/റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റൈസ്ഡ് ടു -1/2 എന്നാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ 1/റൂട്ട് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് റൈസ് ടു -1/2 ടി റൈസ് ടു -1/2 യു റൈസ് ടു -1/2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു കോമൺ ടൈംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ കിട്ടുക എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് എസ് റൈസ് ടു -1/2നെ എസ് റൈസ് ടു 1/2 -1 ഇൻറ്റു ടി റൈസ് ടു 1/2 -1 ഇൻറ്റു യു റൈസ് ടു 1/2 -1 ഇൻറ്റു ഡി എസ് ഡി ടി ഡി യു. ഞാൻ എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രൈക്ലിക്സ് ഇൻ്റഗ്രലിൻ്റെ അല്ലെങ്കിൽ ഡ്രൈക്ലിക്സ് തീരത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ്ഡ് ടു എൽ -1 ഇൻറ്റു വൈ റൈസ്ഡ് ടു എം -1 ഇൻറ്റു സെഡ് റൈസ്ഡ് ടു n -1 ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയണത് ഗാമ എൽ ഇൻറ്റു ഗാമ എം ഇൻറ്റു ഗാമ എൻ വോൾ ഡിവൈഡഡ് ബൈ ഗാമ എൽ പ്ലസ് എം പ്ലസ് എൻ എന്ന് എഴുതാൻ പറ്റുന്ന പറയണത്. ആ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസ് റൈസ് ടു 1/2 -1 എന്നും ടി റൈസ് ടു 1/2 -1 എന്നൊക്കെ എഴുതി മാറ്റിയത്. അതിന് ഈ എൽ എം എൻ എന്നുള്ളത് എനിക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും എൽ എന്ന് പറയണതും എം എന്ന് പറയണതും എൻ എന്ന് പറയണതും ഒക്കെ 1/2 ആണ് അല്ലേ. അപ്പോൾ ഈ ഡ്രൈക്ലിക്സ് തീരത്തിൻ്റെ ഫോമിൽ ഞാൻ ഇതിനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും എ ബി സി ഇൻറ്റു ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 വോൾ ഡിവൈഡഡ് ബൈ ഗാമ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി ഇൻറ്റു ഗാമ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് റൂട്ട് ഓഫ് പൈ എന്നാണ്. അപ്പോൾ ഗാമ ഇൻറ്റു ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 എന്ന് പറയുമ്പോൾ കിട്ടും റൂട്ട് ഓഫ് പൈ വോൾ ക്യൂബ് എന്ന് കിട്ടും. വോൾ ഡിവൈഡഡ് ബൈ ഗാമ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 3/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ കിട്ടും അത് 5/2 എന്ന് കിട്ടും നമുക്ക് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി ഇൻറ്റു റൂട്ട് ഓഫ് പൈ വോൾ ക്യൂബ് വോൾ ഡിവൈഡഡ് ബൈ ഗാമ 5/2 ഈ ഗാമ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് എഴുതാൻ പറ്റും വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമ എൻ എന്ന് പറയണത് അല്ല ഗാമ n+1 എന്ന് പറയണത് അതിനെ നമുക്ക് n ഇൻറ്റു ഗാമ എൻ എന്ന് എഴുതാൻ പറ്റും. ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഗാമ n+1 എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ ഇതിന് എന്തെന്നാ വരിക ഗാമ 3/2 + 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 3/2 + 1 എന്ന് പറയുന്നത് 5/2 ആണ്. അപ്പോൾ ഇതിനെന്ത് എഴുതാൻ പറ്റും ഗാമ 3/2 ഇൻറ്റു 3/2 എന്ന് കിട്ടും.
ഈ ഗാമ 3/2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും 1/2 + 1 ഗാമ 1/2 + 1 എന്ന് എഴുതാൻ പറ്റും. ദെൻ വച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 1/2 ഇൻറ്റു ഗാമ എന്ത് കിട്ടും 1/2 എന്ന് കിട്ടും. അപ്പോൾ എല്ലാതും കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഗാമ 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2 ഗാമ 1/2 എന്ന് പറയുമ്പോൾ കിട്ടും √π എന്ന് കിട്ടും നമുക്കത്. ഈ ടൈം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക 3/2 ഇൻറ്റു 1/2 ഇൻറ്റു √π എന്നാണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു ABC ഇൻറ്റു ഈ √πയും ഇതിൻ്റെ ക്യൂബിലൊരു √πയും വെട്ടി കളയുമ്പോൾ എന്ത് കിട്ടും ഇവിടെ സ്ക്വയർ കിട്ടും അല്ലേ. √π ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ കിട്ടും വിച്ച് ഈസ് π എന്ന് കിട്ടും ഓൾ ഡിവൈഡഡ് ബൈ 3/4 എന്നാണ് വരുന്നത് 3/4 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 4 മേലേക്ക് വരുമ്പോൾ എന്ത് കിട്ടും 4/3 ഇൻറ്റു ABC π എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത് ആ എലിപ്സോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്.